ഡിയർ ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് ആഴ്ചകളായി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ്, ഒരു കറക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 25 ഓൾ ടൈം ഹൈ ആയ 26,200 എന്നുള്ള പോയിന്റിൽ നിന്നും നിഫ്റ്റി 23,550 എന്ന പോയിന്റിലേക്ക് ഡൗൺ ആയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 10% കറക്ഷനാണ് നേരിട്ടിരിക്കുന്നത്. സെൻസെക്സിലും സമാനമായി 10% കറക്ഷനെ നേരിട്ടിട്ടുണ്ട്. എന്നാൽ സെയിം പീരീഡിൽ തന്നെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് 2%, ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് 16.9%മാണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് 1 ഇയറിലെ ഈ 3 സ്റ്റോക്ക് മാർക്കറ്റിലെയും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ US സ്റ്റോക്ക് മാർക്കറ്റ് 26%, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 19.6%, ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് 10.59%മാണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും രണ്ടാമത്തെ ബെസ്റ്റ് പെർഫോമൻസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയുടേതായിരുന്നു. അതിൽ നിന്നാണ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 10% കറക്ഷനെ നേരിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ കറക്ഷന് പിന്നിലെ കാരണങ്ങൾ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ജോബി ജോർജ്. വെൽക്കം ടു ജോബ്സ് കോർണർ. ഈ കറക്ഷന് പിന്നിൽ പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ കാരണം മറ്റ് എമർജിംഗ് മാർക്കറ്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഹൈ വാല്യുവേഷനാണ്, ഹൈ PE വാല്യൂയിലാണ്. രണ്ടാമത്തെ കാരണം അമേരിക്കൻ ഇലക്ഷനും ട്രംപിന്റെ രണ്ടാം വരവുമാണ്. മൂന്നാമത്തെ കാരണം അൺഎക്സ്പെക്റ്റഡ് ആയി വന്ന ഇന്ത്യൻ CPI ഇൻഫ്ലേഷൻ വർധനവാണ്. നാലാമത്തെ കാരണം എക്സിസ്റ്റിംഗ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് തന്നെയാണ്. അപ്പോൾ ഓരോ കാരണങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അതേപോലെ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ റീസണിന്റെ പുറകിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് MSCI ഇൻഡെക്സ് അഥവാ മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ ഇൻഡെക്സ് എന്നുള്ളത്. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ കുറച്ച് ടെക്നിക്കലും ബോറിംഗുമായിട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷേ ഇത് അറിഞ്ഞിരുന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചും ക്ഷമയോടെ ഇത് കേൾക്കുക. കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫേമാണ്. ഒരുപാട് ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തുകൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സുകളാണ് MSCI ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് ഇൻഡെക്സുകളുണ്ട്. ഈ ഇൻഡെക്സുകളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലാർജ് ഇൻവെസ്റ്റേഴ്സ്, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഓരോ രാജ്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡെക്സുകളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യത, എപ്പോഴാണ് അവർ വിഡ്രോ ചെയ്ത് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഹൺഡ്രഡ്സ് ഓഫ് MSCI ഇൻഡെക്സുകളുണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ സെൻസെക്സും നിഫ്റ്റിയൊക്കെ പോലുള്ള ഇൻഡെക്സുകളാണ് ഇത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സൂചികയാണ് സെൻസെക്സ്, നിഫ്റ്റി എന്നൊക്കെ നിങ്ങൾക്കറിയാം. ആണ് സെൻസെക്സ്, നിഫ്റ്റി എന്നറിയാത്തവർ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എപ്പിസോഡ് 3 വാച്ച് ചെയ്യുക. ഒരുപാട് MSCI ഇൻഡെക്സുകളിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളാണ് MSCI വേൾഡ് ഇൻഡെക്സ്, അതേപോലെ ഓൾ കൺട്രി വേൾഡ് ഇൻഡെക്സ്, ഏഷ്യ ഇൻഡെക്സ്, ചൈന ഇൻഡെക്സ്, ഇന്ത്യ ഇൻഡെക്സ്. ഇപ്പോൾ ഇതിലെ കുറച്ച് ഇൻഡെക്സുകളെ കുറിച്ച് ഞാൻ പറയാം. MSCI വേൾഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ 23 ഡെവലപ്ഡ് മാർക്കറ്റിലെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പുകളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് MSCI വേൾഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ 23 രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട 1409 സ്റ്റോക്കുകളുടെ വെയിറ്റേജ് ആണ് MSCI വേൾഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വേൾഡിലെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളിലെ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നറിയാൻ നമുക്ക് ഈ ഒരു ഇൻഡെക്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ മറ്റൊരു ഇൻഡെക്സ് ആണ് MSCI എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. വേൾഡിലെ എമർജിംഗ് ആയിട്ടുള്ള മാർക്കറ്റുകൾ, അതായത് ചൈന, ഇന്ത്യ, തായ്വാൻ, സൗത്ത് കൊറിയ, ബ്രസീൽ ഇങ്ങനെയുള്ള കൺട്രികളിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വെയിറ്റേജ് ആണ് എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുക. അതേപോലെ മറ്റൊരു ഇൻഡെക്സ് ആണ് MSCI ഓൾ കൺട്രി വേൾഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ 23 ഡെവലപ്ഡ് മാർക്കറ്റിലെ സ്റ്റോക്കുകളും അതേപോലെ എമർജിംഗ് മാർക്കറ്റിലെ സ്റ്റോക്കുകളും കൂടെ ഫിക്സ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് ആണ് ഓൾ കൺട്രി വേൾഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഏഷ്യയിലെ പ്രധാനപ്പെട്ട ലാർജ് ആൻഡ് മിഡ് ക്യാപ് കമ്പനികളുടെ ഇൻഡെക്സ് ആണ് ഏഷ്യ ഇൻഡെക്സ്, അതേപോലെ ചൈന ഇൻഡെക്സ്, അതേപോലെ ഇന്ത്യ ഇൻഡെക്സ്. MSCI ഇന്ത്യ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 151 ലാർജ് ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്കുകളുടെ വെയിറ്റേജ് ആണ് MSCI ഇന്ത്യ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ടൂളാണ് MSCI ഇന്ത്യ ഇൻഡെക്സ്. ഇതിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വിഡ്രോ ചെയ്യണോ എന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ ഡിസ്കസ് ചെയ്ത ഓരോ ഇൻഡെക്സുകളുടെയും പെർഫോമൻസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങളത് പോസ് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് അതിന്റെ റിട്ടേൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഒരു ഇൻഡെക്സും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇൻഡെക്സിലേക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് അനുസരിച്ച് പീരിയോഡിക്കലി ഇൻഡെക്സുകൾ സ്റ്റോക്കുകളെ ആഡ് ചെയ്യും, റിമൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ ഇൻഡെക്സിലേക്ക് ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇന്റർനാഷണലി ഒരു അറ്റൻഷൻ കിട്ടുകയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ ഇൻഡെക്സിൽ നിന്നും ഒരു സ്റ്റോക്ക് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ MSCI ഇൻഡെക്സുകളെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട സബ്ജക്ട് നമ്മൾ കാണുന്നത്. അത് PE അഥവാ പ്രൈസ് ടു ഏർണിംഗ് വാല്യൂ ആണ്. ഓരോ ഇൻഡെക്സുകളുടെയും പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന്റെ PE വാല്യൂ ഡിറ്റർമിൻ ചെയ്യും. ഈ PE വാല്യൂ ആണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട റേഷ്യോ എന്ന് പറയുന്നത്. PE വാല്യൂ നോക്കിയിട്ട് മാത്രമല്ല, പക്ഷേ PE വാല്യൂ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ സ്ക്രീനിൽ കാണിച്ചിരുന്ന ചാർട്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഏറ്റവും കൂടിയ PE വാല്യൂ US സ്റ്റോക്ക് മാർക്കറ്റിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുമാണ്. ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഏറ്റവും കുറഞ്ഞ PE വാല്യൂ നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ് PE വാല്യൂ, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വിശദമായി എപ്പിസോഡ് 36 കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ എപ്പിസോഡ് 36 കാണുക. ഈ റേഷ്യോ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിന്റെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ വാല്യൂവേഷനെ മനസ്സിലാക്കാനാണ് PE റേഷ്യോ യൂസ് ചെയ്യുന്നത്. അതായത് മറ്റ് മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ
PE മാർക്കറ്റ് ഹൈ ആണെങ്കിൽ അത് ഓവർ വാല്യൂഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് സ്റ്റോക്ക് എന്നാണ് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റു മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ PE വാല്യൂ കുറവാണെങ്കിൽ അത് അണ്ടർ വാല്യൂഡ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിലാണെങ്കിലും മറ്റെന്തെങ്കിലും വാങ്ങുമ്പോഴാണെങ്കിലും ഹൈ വാല്യൂവേഷൻ ഉള്ളത് നമ്മൾ വാങ്ങാൻ പോകാറില്ല. എക്സാമ്പിൾ നിങ്ങളൊരു വീട് വാങ്ങാൻ പോവുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഏറ്റവും ഹൈ ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വീട് വാങ്ങുകയില്ല. വാല്യൂവേഷൻ കുറച്ചുകൂടി ഡൗൺ ആകാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യും. പറഞ്ഞ പോലെ ഏറ്റവും ഹൈ വാല്യൂവേഷനിൽ നിൽക്കുന്ന മാർക്കറ്റുകളിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയില്ല. കുറഞ്ഞുകൂടെ വാല്യൂവേഷൻ കുറഞ്ഞ എന്നാൽ മറ്റ് ഫണ്ടമെന്റൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള മാർക്കറ്റുകളാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. 2024 ഏപ്രിൽ ഇന്ത്യയുടെ PE വാല്യൂ 26 ആയിരുന്നു. അതേസമയം ചൈനയുടെ PE വാല്യൂ 9 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ചെറുതായി ചൈനയിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം സെപ്റ്റംബറിൽ ചൈനീസ് ഗവൺമെന്റ് $10 ട്രില്യൺ ഫിസ്ക്കൽ സ്റ്റിമുലസ് പാക്കേജാണ് കൺട്രിക്ക് വേണ്ടി ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ PE വാല്യൂ വളരെ കുറഞ്ഞതും ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി ഉള്ള ചൈന മാർക്കറ്റിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഓവർ വാല്യൂഡായ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്തുകൊണ്ട് അണ്ടർ വാല്യൂഡായ ചൈന സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഡൗൺ ട്രെൻഡിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കഴിഞ്ഞ 1.5 മാസം കൊണ്ട് മാത്രം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 1.5 lakhs crore ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വിഡ്രോ ചെയ്ത് മറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഡൗൺ ട്രെൻഡിനുള്ള പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ ഇലക്ഷനും ട്രംപിന്റെ രണ്ടാം വരവുമാണ്. ട്രംപിന്റെ രണ്ടാം വരവോടുകൂടി ഇൻവെസ്റ്റേഴ്സ് തിങ്ക് ചെയ്യുകയാണ് അമേരിക്ക കൂടുതൽ സ്ട്രെങ്ത് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡോളർ കൂടുതൽ കരുത്താർജിക്കും. ഡോളർ ഇൻഡെക്സ് മുകളിലേക്ക് പോവുകയും അമേരിക്കൻ ബോണ്ടുകൾ ശക്തിപ്പെടുകയും ചെയ്തപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എമർജിംഗ് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്തു US സ്റ്റോക്ക് മാർക്കറ്റിലും ബോണ്ട് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ വേൾഡിലെ എമർജിംഗ് കൺട്രീസ് ട്രംപിന്റെ ട്രേഡ് ഡീലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം ട്രംപ് നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങളുടെ മേലിൽ ട്രേഡ് താരിഫ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. താരിഫ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഎസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ മുകളിൽ കൂടുതൽ ടാക്സ് ചുമത്തുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരേ പ്രൊഡക്റ്റ് തന്നെ ഒരു US കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇന്ത്യൻ കമ്പനിയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്നും യുഎസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ മേലിൽ കൂടുതൽ താരിഫ് അതായത് ടാക്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെയും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെയും പ്രൈസ് സെയിം ആവും. അങ്ങനെ ഒരേ പ്രൊഡക്റ്റിന് ഒരേ പ്രൈസ് വരുമ്പോൾ അമേരിക്കൻ പ്രൊഡക്റ്റുകൾ വാങ്ങാനായിരിക്കും അമേരിക്കൻ ജനത ആഗ്രഹിക്കുക. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് കുറയും. അങ്ങനെ വരുമ്പോൾ കമ്പനികളുടെ ലാഭം താഴോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫോറിൻ കറൻസി അതായത് ഡോളർ നമുക്ക് കിട്ടാതെ വരികയും നമ്മുടെ ഫോറിൻ റിസർവ് കുറയുകയും അങ്ങനെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം താഴോട്ട് വരികയും അങ്ങനെ അത് സ്റ്റോക്ക് മാർക്കറ്റിനെയും മറ്റു കാര്യങ്ങളെല്ലാം അഫക്റ്റ് ആകുകയും ചെയ്യും. അപ്പോൾ ട്രംപിന്റെ റൂളിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ട്രേഡ് താരിഫ് ഒക്കെ വരിക? അങ്ങനെയുള്ള പല വറീസും മാർക്കറ്റിലുണ്ട്. അതും സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഡൗൺ ട്രെൻഡിന് കാരണം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഒരു ലോങ് ടൈം ആയിട്ട് ബാധിക്കുന്ന കാര്യമല്ല, ഇതൊരു ഷോർട്ട് ടൈം തന്നെയായിരിക്കും. അതിനുശേഷം കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരും, മാർക്കറ്റ് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഒന്നാമത്തെ കാരണം നവംബർ 30 വന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള CPI ഇൻഫ്ലേഷൻ ഡേറ്റയിലെ ഇൻക്രിമെന്റ് ആണ്. പ്രതീക്ഷിച്ചതിലും വളരെയധികം വർധനവാണ് CPI ഇൻഫ്ലേഷൻ റേറ്റിൽ വന്നിരുന്നത്. സെപ്റ്റംബറിൽ അപ്രോക്സിമേറ്റ് 5.86ഉം ഒക്ടോബറിൽ 4.86ഉം വന്നതിന് ശേഷം അതിലും താഴ്ന്ന ഒരു റേറ്റ് ആണ് പ്രതീക്ഷിച്ചിരുന്നത്. RBIയുടെ കൺട്രോൾ റേഞ്ച് എന്ന് പറയുന്നത് 2 to 4% ആയിരുന്നു. എന്നാൽ വന്നത് 6.96% എന്ന ഇൻഫ്ലേഷൻ റേറ്റ് ആണ് വന്നത്. അപ്പോൾ ഇത്രയും വലിയ ഇൻക്രിമെന്റ് വന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിച്ചത് ഡിസംബറോടുകൂടി ഒരു റേറ്റ് കട്ട് ഉണ്ടാകും. നമുക്കറിയാം കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഉയർന്നതാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ US ഫെഡ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു തുടങ്ങി. അതോടൊപ്പം തന്നെ RBIയും ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇങ്ങനെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടി കഴിഞ്ഞാൽ ഡിസംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ആ ഒരു സെന്റിമെന്റ് കൊണ്ടാണ് മാർക്കറ്റ് അത്രയധികം ഫോളോ ആയത്. എന്താണ് ഇൻഫ്ലേഷൻ റേറ്റ്, എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡിൽ 30 ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ആ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കുക. നാലാമത്തെ കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആണ്. നമുക്കറിയാം റഷ്യ യുക്രൈൻ വാർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. അതേപോലെ മിഡിൽ ഈസ്റ്റിലെ പല ടെൻഷൻസും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഓൾറെഡി മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനോടൊപ്പം മറ്റ് കാരണങ്ങൾ കൂടി വരുമ്പോൾ അതും മാർക്കറ്റിനെ ഒരു ഡൗൺ ട്രെൻഡിന് കാരണമായി വരുന്നുണ്ട്. നേരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇനി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ അറിയേണ്ടത്. ഇങ്ങനെയുള്ള കറക്ഷൻസ് കണ്ട് ആരും പാനിക് ആവേണ്ട ആവശ്യമില്ല. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ സമയത്ത് നല്ല വാല്യൂ സ്റ്റോക്കുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. സ്മോൾ ക്യാപ്പുകളുടെയും പെന്നി സ്റ്റോക്കുകളുടെയും പുറകെ പോകാതിരിക്കുക. ഈ ഫോളിൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഏറ്റവും അധികം ഡൗൺ ആയിരിക്കുന്നത് സ്മോൾ ക്യാപ്പുകളും പെന്നി സ്റ്റോക്കുകളൊക്കെ തന്നെയാണ്. അതേപോലെ PSU ഡിഫൻസ് സ്റ്റോക്കുകളും കാര്യമായിട്ട് കറക്ഷൻ വന്നിട്ടുണ്ട്. കാരണം ഈ സ്റ്റോക്കുകളൊക്കെ ഹൈ PE വാല്യൂ ഹൈ വാല്യുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ കമ്പനികളുടെയൊക്കെ ബുക്ക് വാല്യൂവിനേക്കാളും ഫെയർ വാല്യൂവിനേക്കാളും ഒക്കെ 5-10 ടൈംസിനേക്കാളും മുകളിലായിരുന്നു സ്റ്റോക്ക് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം കറക്ഷൻസ് ആ സ്റ്റോക്കുകളിൽ നേരിട്ടത്. അതുകൊണ്ട് നിങ്ങൾ വാല്യൂ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒറ്റയടിക്ക് നിങ്ങളുടെ ഫണ്ട് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ഡിപ്പുകളിലും നിങ്ങൾ കുറച്ചായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഓൾറെഡി 10% കറക്ഷനാണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്.
ആർക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്കിലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 10% ശേഷം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10% കറക്ഷൻ കൂടി സാധ്യതയുള്ളൂ. കാരണം ചൈനയുടെ PE വാല്യൂ 9 നിന്നും 14.5 എത്തിയിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയുടെ PE വാല്യൂ 26 നിന്നും താഴ്ന്ന 19 എന്ന വാല്യൂവിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിയർ ടൈമിൽ തന്നെ ഇന്ത്യയുടെയും ചൈനയുടെയും PE വാല്യൂ ഓൾമോസ്റ്റ് സെയിം ആയി തന്നെ വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരും. അതുപോലെ തന്നെ നമുക്കറിയാം ട്രംപും ചൈനയുമായിട്ടുള്ള റിലേഷൻ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ്റെ അത്രയും നല്ലതല്ല. അതുകൊണ്ട് തന്നെ എക്സ്പേർട്സ് വിചാരിക്കുന്നത് ട്രംപ് കൂടുതൽ ട്രേഡ് താരിഫ് ചൈനയുമായിട്ടാണ് ചെയ്യാൻ സാധ്യത. ഇന്ത്യയുമായിട്ട് അത്രയ്ക്ക് താരിഫ് വരാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് തിരിച്ചു വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതേപോലെ കഴിഞ്ഞ 5 വർഷത്തെ മാർക്കറ്റിന്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കോവിഡ് ടൈമിൽ ഡൗൺ ട്രെൻഡ് നമ്മൾ കണ്ടതാണ്. അതേപോലെ 2021-22 കാലഘട്ടത്തിലെ ഒരു ഡൗൺ ട്രെൻഡ് നമ്മൾ കണ്ടതാണ്. റഷ്യ ഉക്രൈൻ വാറിന്റെ സമയത്ത് ഡൗൺ ട്രെൻഡ് കണ്ടതാണ്. അതിനുശേഷമൊക്കെ മാർക്കറ്റ് ശക്തമായി തന്നെ തിരിച്ചു വന്നു. അതേപോലെ ഈ സമയത്ത് മാർക്കറ്റ് ശക്തമായി തന്നെ തിരിച്ചു വരും. നിങ്ങൾ പാനിക് ആകേണ്ട ആവശ്യമില്ല. അതേസമയം സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുന്നവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. കാരണം മാർക്കറ്റ് കുറച്ച് വോളറ്റൈലാണ്. ഇന്ത്യയുടെ വിക്സ് 15% മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു അൺസർട്ടനിറ്റി അവിടെയുണ്ട്. അതുകൊണ്ട് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ഇത് നല്ലൊരു അവസരമായി കണ്ട് നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വീഡിയോ കുറച്ച് ലെങ്തായി പോയി എന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയധികം കാര്യങ്ങൾ വിശദമായി പറയണമെങ്കിൽ ഇത്രയധികം സമയമെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ തരിക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടതെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.